ഹലോ. അപ്പോൾ ഒരിക്കൽ കൂടി ഷിറ്റ്സ് ഫാമിലിയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഒരു ട്രാവൽ വ്ളോഗാണ്. അപ്പോൾ വലിയ കാര്യമായിട്ടുള്ള ട്രാവൽ വ്ളോഗൊന്നുമല്ല. ഞങ്ങൾ വെല്ലൂരോട്ടൊന്ന് പോകേണ്ടി വന്നു. അപ്പോൾ വെല്ലൂരോട്ട് പോയിട്ട് തിരിച്ചു വരുന്ന വഴി ഞങ്ങൾക്ക് കണ്ണൂരായതുകൊണ്ട് ഞങ്ങൾ ബാംഗ്ലൂർ കൂടിയിട്ടാണ് പോകുന്നത്. അപ്പോൾ തിരിച്ചു വരുമ്പോഴത്തേക്കും മൈസൂർ കാണാൻ പറ്റിയതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിള്ളേർക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു ഏരിയ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സൂ ആണല്ലോ. അപ്പോൾ ഞങ്ങൾ നോക്കിയപ്പം അത്യാവശ്യം ഓക്കെ നല്ല റേറ്റിംഗ് ഒക്കെ ഉള്ളതായിരുന്നു. അപ്പോൾ ഞങ്ങളങ്ങനെ മൈസൂർ സൂവിൽ പോയി. ഞാൻ മൈസൂരാണ് പഠിച്ചത്. അപ്പം ഞാൻ ഇതിന് മുമ്പും പോയിട്ടുണ്ട് കേട്ടോ. അപ്പം മൈസൂർ പണ്ട് പഠിക്കുമ്പം പോകുന്നത് തമ്മിലൊക്കെ വ്യത്യാസമുണ്ട് കേട്ടോ. ഇപ്പോഴത്തെ ആനിമൽസൊക്കെ ആണെങ്കിൽ കാണാൻ നല്ല ഭംഗിയുണ്ട്. അപ്പം ഞാൻ അബുദാബീനെയൊക്കെ കമ്പയർ വെച്ച് നോക്കിയപ്പം അല്ലൈനിലെ ആണെങ്കിൽ എമിറേറ്റ്സ് സൂവിലേക്ക് വെച്ച് നോക്കുമ്പം ആനിമൽസൊക്കെ എനിക്കിവിടെ ഭയങ്കര ഇഷ്ടമായി. അപ്പം ഞാൻ ജസ്റ്റ് എൻ്റെ വീഡിയോ എടുത്തിട്ടുണ്ട്. അപ്പോൾ മൈസൂർ സൂവിൽ നമ്മൾ പോകുവാണെങ്കിൽ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ മോർണിംഗിൽ ഒന്നെങ്കിൽ 8:30 മുതൽ വൈകിട്ട് 5:30 വരെ കണ്ട പാർക്കിംഗ് ടൈം, നമ്മുടെ പാർക്കിൻ്റെ ടൈം. കയറുവാണെങ്കിൽ നേരത്തെ കയറാം. നമുക്ക് 4 മണിക്കൂറോളം കണ്ട് ഇറങ്ങാൻ മാത്രമുണ്ട്. അപ്പോൾ നമ്മൾ താമസിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കറങ്ങി കാണാനുള്ള സമയം കിട്ടത്തില്ല. അത്യാവശ്യം നമുക്ക് നടക്കാനൊക്കെ ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ ശരിക്കും വണ്ടി തന്നെ ബുക്ക് ചെയ്യണം കേട്ടോ. 4 മണിക്കൂറോളം നടന്നാൽ തന്നെ കാണാണ്ട്. അപ്പോൾ നമ്മൾ നടന്നിട്ടുണ്ടെങ്കിൽ മടുത്തു പോകും. അത്യാവശ്യം കാണാൻ മാത്രമുള്ള നല്ല അടിപൊളി സൂ ആണ്. അപ്പോൾ ഇതാണ് നമ്മുടെ മൈസൂർ സൂവിൻ്റെ ഒരു ഓവർവ്യൂ. ഞങ്ങളൊരു ഈവനിങ് ഒരു 3 മണിക്കാണ് പോയത് കേട്ടോ. അപ്പോൾ അധികം ഇപ്പോൾ കാലാവസ്ഥയൊക്കെ നല്ലതായതുകൊണ്ടും പിന്നെ അവിടെ ആണെങ്കിൽ ശരിക്കും നല്ല നേച്ചർ വ്യൂ ആണ്. ഫുള്ള് ട്രീസും മെയിൻറ്റെയിൻ ചെയ്യുന്നതൊക്കെ നന്നായതുകൊണ്ട് നല്ല തണലും കാലാവസ്ഥയൊക്കെ നല്ല സമയമാണ്. അപ്പോൾ അധികം ചൂടൊന്നുമില്ലായിരുന്നു കേട്ടോ. ഇപ്പം ഞങ്ങൾ പോയ ഈ ടൈം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊരു ഇവിടുത്തെ ഒരു മെയ് മാസമാണ്. അപ്പോൾ മെയ് മാസം ശരിക്കും നമ്മളൊരു ചൂടിൻ്റെ ഒരു സമയമാണ്. പക്ഷേ മൈസൂരിലെ കാലാവസ്ഥ ഭയങ്കരമായിട്ട് കംഫർട്ടബിൾ ആയിട്ടുള്ള കാലാവസ്ഥയായിരുന്നു കേട്ടോ. അപ്പോൾ ഒത്തിരി അധികം ആനിമൽസ് ഉണ്ടായിരുന്നു അവിടെ. എല്ലാ ആനിമൽസും കാണാം. ഞങ്ങൾ എൻട്രി ചെയ്ത സൈഡിലാണെങ്കിൽ കുറേ ബേഡ്സ് ആയിരുന്നു. അപ്പം ബേഡ്സിൻ്റെ ഒന്നും ഞാൻ അധികം എടുത്തില്ല, കാരണം വീഡിയോയുടെ ലെങ്ത് തന്നെ എല്ലാത്തന്നെ കൂടുതലായി പോകും. അല്ലാണ്ട് നമുക്ക് കാണാൻ പറ്റിയ പിള്ളേർക്കൊക്കെ ഇഷ്ടപ്പെടുന്നത് എപ്പോഴും മങ്കിയും ഇതൊക്കെയാണല്ലോ. പിന്നെ പാർക്കിൻ്റെ ഏരിയയൊക്കെ കാണാൻ നല്ല ഭംഗിയായിരുന്നു. ഒത്തിരി അധികം ആളുകളും ഉണ്ടായിരുന്നു കേട്ടോ കയറാൻ വേണ്ടി. ഞങ്ങളിപ്പം വൈകിട്ട് 3:30 കയറിയതെങ്കിലും ആൾക്കാരുടെ എസ്പെഷ്യലി എനിക്കത് ഇപ്പോൾ നാട്ടിലൊക്കെ ആണെങ്കിൽ ലീവിൻ്റെ സമയമല്ല. അപ്പോൾ ലീവിൻ്റെ സമയം കൊണ്ട് ഒത്തിരി ആൾക്കാരും കാണാൻ വരുന്നുണ്ടായിരുന്നു. അപ്പോൾ നാട്ടിലൊക്കെ നമ്മൾ പോകുവാണ്, പിള്ളേരെ കൊണ്ടൊക്കെ ഒന്ന് പോകണം എന്നൊക്കെ വിചാരിക്കുവാണെങ്കിൽ സൂപ്പർ പാർക്കാണ്. ഞങ്ങൾക്ക് അധികമൊന്നും കാണാനൊന്നും പറ്റിയപ്പോൾ ഞങ്ങൾ എല്ലായിടത്തും കുറേ സമയം നിന്നില്ല. കുറേയൊക്കെ കണ്ടു കഴിഞ്ഞത്തേക്ക് ഒരു 2.5-3 മണിക്കൂർ പിള്ളേരെ കൊണ്ട് പോകുമ്പോഴത്തേക്കും നമ്മൾ നന്നായിട്ട് മടുത്തു പോകും. പക്ഷേ ഇത് കണ്ടോ, ഇവിടെയാണ് പുലിക്കുട്ടനൊക്കെ കയറി കിടക്കുന്നതൊക്കെ കാണാൻ നല്ല ഭംഗിയാണ്. നമുക്ക് എല്ലാം എക്സ്പ്ലനേഷനൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്. കാണാനാണെങ്കിലും നമുക്ക് നേച്ചറൊക്കെ കണ്ടിങ്ങനെ നടക്കാൻ വേണ്ടി നല്ല ഭംഗിയുണ്ട്. ഫുഡൊന്നും നമുക്ക് ഉള്ളിൽ കയറ്റുന്നുണ്ട് റെസ്ട്രിക്ഷൻ ഇല്ലാത്തതുകൊണ്ട് അത്യാവശ്യം നമുക്ക് വെള്ളം ഞങ്ങളെല്ലാം കൊണ്ടായിരുന്നു. വെള്ളം ഫുഡൊക്കെ കൊണ്ടുപോകാം. അവിടെ നമുക്കൊരു നമ്പർ ഇട്ടിട്ട് കിട്ടും. നമ്പർ ഇട്ട് മേടിച്ചിട്ട് ഒരു നമ്മൾ ഏതെങ്കിലും ഫുഡ് കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ ഫുഡ് ഐറ്റംസിന് 20 രൂപ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് അതിനകത്തൊരു നമ്പർ ഇട്ട് തരും. നമുക്ക് തിരിച്ചിറങ്ങി വരുമ്പോൾ അത് റിട്ടേൺ ആവുമെന്ന് പറയുന്നത്. തിരിച്ച് ഞങ്ങൾ വരുമ്പം എവിടെ നിന്ന് റിട്ടേൺ ആകുന്ന ഏരിയ എന്ന് ഞാൻ കണ്ടില്ല കേട്ടോ. പക്ഷേ തിരിച്ച് വരുമ്പോൾ അത് റിട്ടേൺ ആക്കി തരുമെന്ന് പറഞ്ഞു കേട്ടോ. ഫുഡൊക്കെ ഉള്ളിൽ കയറ്റുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇതാണ് പുലിക്കുട്ടൻ്റെ ഏരിയ. പുലിക്കുട്ടനൊക്കെ ആണെങ്കിലും എല്ലാം ഏത് ആനിമൽസിൻ്റെ ആണെങ്കിലും ഞാൻ നോക്കിയപ്പോൾ അടുത്തടുത്ത് 2 കൂടുകളുണ്ട് കേട്ടോ. ഒന്ന് ഫീമെയിൽസും മറ്റത് മെയിലും ആണെന്ന് തോന്നുന്നു. അങ്ങനെ എല്ലാം 2 കൂടുകളുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. എല്ലാത്തരം ആനിമൽസും ഏകദേശം എനിക്ക് തോന്നുന്നു നമുക്ക് കാണാൻ വേണ്ടി പറ്റും. നമ്മൾ കാണാൻ ആഗ്രഹിക്കുന്ന എല്ലാത്തരം ആനിമൽസും ഉണ്ട് മൈസൂർ സൂവിൽ. പിന്നെ സൂവോളജിക്കൽ എനിക്ക് പണ്ട് മുതലേ ഓൾഡ് നാച്ചുറലി ബയോളജിക്കൽ തീം പാർക്ക് ആയതുകൊണ്ട് തന്നെ മെയിൻ്റനൻസും എല്ലാം അവർക്ക് ഓൾറെഡി നന്നായിട്ട് വിസിറ്റേഴ്സ് നന്നായിട്ടുള്ളതുകൊണ്ട് എല്ലാ ആനിമൽസും നല്ല ഹെൽത്തി ആയിട്ടിരിക്കുന്നത്. അങ്ങനെ ഞങ്ങളിങ്ങനെ കണ്ട് പോയി. പിള്ളേർക്കൊക്കെ ആണെങ്കിൽ മടുപ്പൊന്നുമില്ല. ഒരു 1.5 മണിക്കൂർ വരെ ഇങ്ങനെയൊക്കെയൊക്കെ പോയി നടന്ന് 1.5 മണിക്കൂറൊക്കെ കഴിഞ്ഞത്തേക്കും മടുത്ത്. സിംഹക്കൂടിനാണെങ്കിലൊക്കെയാണെങ്കിൽ മേലെ കയറിയിരിക്കുന്നത്. ഞാൻ ശരിക്കും ഞാനിപ്പോൾ സൂം ചെയ്ത് കാണിക്കുന്നുണ്ടാകുന്ന കേട്ടോ. പക്ഷെ നമ്മൾ മേലെ കയറി നിൽക്കുമ്പോൾ ഇച്ചിരി പേടിയാവും. അഥവാ ഞാൻ ചാടിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ അടുത്തോട്ട് വരുമോ എന്നൊരു പേടിയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ എന്നാലും ദൂരം നന്നായിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ചാടി വരെ എത്തപ്പെടത്തില്ല എന്ന് തോന്നുന്നു. ആനിമൽസ് സിംഹമൊക്കെ ആണെങ്കിൽ നല്ല കണ്ടോ ഒത്തിരി ദൂരമുണ്ട്. അവിടെ ഇങ്ങനെ അവർ കിടങ്ങിട്ടത് കൊണ്ട് ഇങ്ങോട്ട് ചാടി എത്തില്ല എന്ന് വിചാരിക്കാം. ഇതിൽ പെണ്ണുങ്ങളും കൊച്ചുങ്ങളും എല്ലാം ഒരു കൂടിനകത്തും അതിൻ്റെ തൊട്ടിപ്പുറത്താണ് വലിയ സിംഹത്തിനൊക്കെ ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ മൈസൂർ സൂവിലെ ഇത് 2 സൂ ഉണ്ട് തോന്നുന്നു കേട്ടോ. 2 പേര് ഞാൻ നോക്കുമ്പം 2 പേര് കാണിക്കുന്നുണ്ട്. പക്ഷെ ശരിക്കും
ശരിക്കും ഒരു സൂ ആണുള്ളത്, 2 പേരാണെന്നുള്ളത്. മൈസൂർ സൂ എന്ന് അടിച്ചാൽ തന്നെ നമുക്ക് മാപ്പ് കിട്ടും കേട്ടോ. ഞങ്ങൾ മാപ്പ് ഇട്ടപ്പം നമ്മൾ കണ്ണൂരിൽ നിന്നൊക്കെ കയറുന്നെങ്കിൽ കണ്ണൂരിൽ നിന്ന് പോകാൻ തന്നെ നല്ല രസമാണ്. റോഡ് എനിക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ. എപ്പോഴും കണ്ണൂർ നമ്മൾ കൂട്ടുപുഴ കൂടിയിട്ട് കയറുവാണെങ്കിൽ ഒന്ന് ഫോറസ്റ്റിൽ കൂടെ പോകാം. ഫോറസ്റ്റ് കഴിഞ്ഞിട്ട് 2 ഫോറസ്റ്റ് നമ്മൾ കൂട്ടുപുഴ ഫോറസ്റ്റും കയറും, പേട്ടച്ചുറ്റം എന്നൊക്കെ നമ്മൾ പറയും. അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ടാണെങ്കിൽ നമുക്ക് കർണാടക ഫോറസ്റ്റും ഉണ്ട്. ഈ സമയം നമ്മൾ കറക്റ്റ് ഞങ്ങൾ മോർണിംഗിൽ എപ്പോഴും ഇവിടുന്ന് പോകും. ഒരു 3:30-4 മണിയുടെ സമയത്തൊക്കെയാണ് കേട്ടോ ഞങ്ങളിപ്പോൾ യാത്ര പുറപ്പെട്ടത്. അപ്പം ശരിക്കും പറഞ്ഞാൽ നമ്മൾ വരുന്ന വഴികളിൽ തന്നെ ആന ഇറങ്ങും, പുലി ഇറങ്ങും, കാട്ടുപോത്ത് വരും, അങ്ങനത്തെയൊക്കെയായിരുന്നു. ഞങ്ങൾ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് ആനേനെ കണ്ടു. ഒരു ആനയും ഒരു കൊച്ചും ഉണ്ടായിരുന്നു. പാവത്താന്മാരായിരുന്നു കേട്ടോ. ഞങ്ങൾ ശല്യമൊന്നും ചെയ്തില്ല. പക്ഷേ തിരിച്ചു പോയപ്പോൾ ഒന്നും കണ്ടില്ല. ഞങ്ങൾ പേടിച്ച് തന്നെ എല്ലാവരും ആൾക്കാരൊക്കെ ആണെങ്കിലും 2-3 വണ്ടികളുടെ പുറകെയൊക്കെയാണ് പിടിക്കുക. അപ്പോൾ അത് കഴിഞ്ഞിട്ട് വന്നിട്ട് നമ്മളിവിടെ സൂ കാണാം. അപ്പോൾ ഇവരുടെ കാണാനും നല്ല ഭംഗിയുള്ള സൂവിൻ്റെ ഉള്ളിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗിയുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് വെള്ളം നമ്മൾ വരുമ്പോൾ ഞങ്ങൾ ഫില്ല് ചെയ്തിട്ട് ഞങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ബോട്ടിൽ. അതുകൂടാതെ നമുക്കിവിടെ റീഫില്ലിങ് സൗകര്യങ്ങൾ നന്നായിട്ടുണ്ട് എല്ലായിടത്തും. ഒരു 15-20 മിനിറ്റിൻ്റെ നമ്മൾ നടക്കുന്നിടത്ത് വാട്ടർ ഫില്ല് ചെയ്യാനും വാട്ടർ കുടിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ശരിക്കും നമ്മൾ മടുക്കുമെന്നർത്ഥം. അപ്പം ഭക്ഷണമൊക്കെ കഴിച്ചിട്ടൊക്കെ നമുക്ക് പോവുകയാണെങ്കിൽ ദൂരത്തൊക്കെ വരുന്നവരാണെങ്കിൽ സമയം പോയിച്ച് വൈകാതെ തന്നെ നന്നായിട്ട് ജ്യൂസോ ഭക്ഷണങ്ങളൊക്കെ കഴിച്ചിട്ട് കയറണമെങ്കിൽ ശരിക്കും ടയേർഡാകും. പിന്നെ ഇവിടെയാണെങ്കിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് ആനകളൊക്കെ കളിക്കുന്നതാണ് ഭയങ്കര ഇഷ്ടമാണ്. നല്ല ഒരെണ്ണം ഇതിനകത്ത് അമ്മയും 2 മക്കളും കൂടി കേട്ടോ കളിക്കുന്നതൊക്കെ. അന്നൊക്കെയാണെങ്കിൽ നമ്മുടെ സിംഹത്തിൻ്റെ അടുത്ത് നിന്ന് പോവുകയേ വേണ്ട. എന്നോട് പറയുന്നത് സിംഹമല്ലേ അമ്മ ഇവിടെ നിൽക്കുക, വേറെ ആരെയും കാണണ്ട, അവൾക്ക് സിംഹത്തെ മാത്രം കണ്ടാൽ മതിയായിരുന്നു. പിള്ളേരല്ലേ, അവർക്ക് പിന്നെ എവിടെ എത്ര കണ്ടാലും ഈ ആനിമൽസിനെ അയ്യോ. എസ്പെഷ്യലി അബുദാബിയിൽ പോയതുണ്ടോ, അബുദാബി കൊണ്ടായ പിള്ളേരാണെന്ന് കൊണ്ടാണ് അറിയത്തില്ല. ഇതൊക്കെ എന്തൊരു ഇഷ്ടമെന്ന് പറയാം. ആനിമൽസിന് ഭയങ്കര ഇഷ്ടമാണ്. എല്ലാ പിള്ളേർക്കും എല്ലാവരും പറയുമ്പോൾ അവരെല്ലാവരും പറഞ്ഞേക്കാം. പിന്നെ ഇവിടെ ഞാൻ കണ്ടിരുന്നു കേട്ടോ വാഴത്തോട്ടം, വലിയ വാഴത്തോട്ടം, വാഴയൊക്കെ നനച്ചു കൊടുക്കും. നമ്മുടെ അവിടെ തന്നെ നട്ട് വളർത്തുമെന്ന് തോന്നുന്നു കേട്ടോ. ഞാൻ എപ്പോഴും പറഞ്ഞു അവിടെ മങ്കി ഇവിടെ മങ്കി, ഇതാണ് നമ്മുടെ സിയോക്കുട്ട മങ്കി. പിന്നെ നമ്മളിവിടെ കണ്ടിട്ട് എല്ലാത്തരം കോളബിയർ ഉണ്ടായിരുന്നു, ചിമ്പാൻസി, എല്ലാത്തരം ഗൊറില്ല, ചിമ്പാൻസി, അങ്ങനത്തെ കുറേ ആനിമൽസുകളുണ്ട് കേട്ടോ. നമുക്ക് മുമ്പോട്ട് പോകുമ്പോഴത്തേക്കും ഇതിൻ്റെ ഒന്നും എല്ലാത്തിൻ്റെയും പേരൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. എല്ലാത്തിൻ്റെയും പേരൊന്നും ഞാൻ എഴുതിയിട്ടില്ല. നമുക്ക് കാണാൻ ജസ്റ്റ് ഇങ്ങനെ കാണിച്ചാണെങ്കിൽ എടുത്തു എന്നേ ഉള്ളൂ കേട്ടോ. അപ്പം കാണാൻ ആഗ്രഹിക്കുന്നവരൊക്കെ ആണെങ്കിൽ ജസ്റ്റ് ഒന്ന് പോയി കാണാം. എന്തൊക്കെ ആനിമൽസാണ് കാണുന്നത് എല്ലാത്തിൻ്റെ എനിക്ക് ഇതിനകത്ത് കിട്ടിയില്ല. ഒന്ന് ചാർജ് തീർന്ന് പോയി, കിട്ടിയ വീഡിയോ ഒക്കെ ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ ഇച്ചിരി ലെങ്തി വീഡിയോ കേട്ടോ. നമുക്ക് വേണമെങ്കിൽ കട്ട് ചെയ്തെടുക്കാം. പിന്നെ ഒത്തിരി ആൾക്കാർക്ക് നമുക്ക് എല്ലാ ഏരിയയിലും കയറുന്ന സൈഡിൽ നമുക്ക് ഫോട്ടോ സെക്ഷനൊക്കെ എടുക്കാവുന്ന ഏരിയകളൊക്കെ ഉണ്ട്. നമുക്ക് ഫോട്ടോസ് വേണമെങ്കിൽ മുഖം വെച്ചിട്ടും ആനിമൽസിൻ്റെ കൂടെ നിന്നെടുക്കുന്ന പോലത്തെ കൂട്ടൊക്കെ ആയിട്ട് ഫോട്ടോസൊക്കെ എടുക്കാനൊക്കെ ഏരിയ ഉണ്ട്. ഇതാണ് നമ്മുടെ നോക്കിക്കേ, ഇതിരിക്കുന്ന ആരാന്ന് വല്ല മനസ്സിലായോ? വല്ല മൈൻഡൊന്നും കേട്ടോ. ഗോലിക്കുട്ടൻ കൊണ്ട് നോക്കിയിരിക്കുകയാണ്. ആരും മൈൻഡില്ല, ഫുള്ള് ചകിരിയാണ്, വലിച്ച് ചപ്പി പഴിച്ചെടുക്കുകയാണ്. ഇങ്ങനെ ഇരിപ്പ് കേട്ടാൽ തോന്നും വലിയ ധൈര്യശാലിയാന്നേ പുള്ളിക്കാരൻ. അവൻ്റെ ഇടയ്ക്ക് അവിടെ നിന്ന് അങ്ങനെ ഒരു കിളി പറന്നു പോകലും പുള്ളിക്കാരൻ ഒരൊറ്റ പേടിച്ചിട്ട് തിരിഞ്ഞിരുന്നു. അങ്ങോട്ട് തിരിഞ്ഞിരിക്കുന്നു, പേടിച്ചൊരു ഒറ്റ തുള്ളും ഇങ്ങോട്ട് തിരിഞ്ഞു വരുന്നു. അല്ലെങ്കിൽ ഈ ആൾക്കാർ കാണുന്ന ഭയങ്കര അലർജിയെ വിളിക്കാറുണ്ട്. നോക്കി ഇരിക്കുന്ന ഇരിപ്പൊക്കെ കണ്ടതാ, കൊള്ളാം അല്ലേ? ഏതാണ് അടുത്ത് നമ്മുടെ ഒരു സിംഹവാലം കുരങ്ങനാണോ? അതുകൊണ്ട് മുഖത്തിൻ്റെ ഒക്കെ കണ്ട ഒത്തിരി ഈ ഏരിയ ഇറങ്ങിയാൽ കുരങ്ങാട് തുടങ്ങിയ പിന്നെ ഫുൾ കുരങ്ങന്മാരാണ് കേട്ടോ. മൈസൂരിൻ്റെ ഇരിക്കുന്ന സ്പെഷ്യാലിറ്റിയാണ് ഇവിടെ ഏറ്റവും കുരങ്ങന്മാരുള്ളത്. ഒത്തിരി കുരങ്ങന്മാരുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. ആരും അങ്ങനെ അവിടെയെല്ലാം എഴുതി വെച്ചിട്ടുണ്ട്, ഹോൺ അടിക്കാൻ പാടില്ല, നമ്മൾ ശബ്ദമൊക്കെ ഉണ്ടാക്കി ഇവരെ പ്രൊവോക്ക് ചെയ്യാൻ പാടില്ല. എൻ്റെ ഗോറിലക്കോട്ടം കിടക്കുന്ന നോക്കി കാലൊക്കെ മേറ്റി കമ്പിൻ്റെ അകത്തൊക്കെ വെച്ച് ഭയങ്കര ആസ്വദിച്ച് കടപ്പൊക്കെ കണ്ടിട്ട് നമുക്ക് ഭയങ്കര ഇഷ്ടം തോന്നും കേട്ടോ. ഭയങ്കര ക്യൂട്ടായിട്ടാണ് കടപ്പൊക്കെ. കാലൊക്കെ ശരിക്കും നമ്മൾ ഹ്യൂമൻസൊക്കെ നമ്മൾ റിലാക്സ് ചെയ്യുന്ന പോലെ ഇരിപ്പ് കണ്ട്. ഇത് വേറൊരു ഇപ്പുറത്തിരിക്കുന്ന വളരെ റിലാക്സ് ആയിട്ട്. ചൂടല്ലേ, ചൂടത്ത് എന്തൊരു ചൂടാപ്പാ, അന്ന് റിലാക്സൊക്കെ ചെയ്തിരുന്നേക്കാന്നുള്ള രീതിയിലുള്ള ഇരിപ്പല്ലേ, കൊള്ളല്ലേ? ഇത് ഞാൻ കമ്പനിയിലേക്ക് സൂം ചെയ്തെടുത്തു കേട്ടോ. നല്ല രസമാണ് കാണാൻ നിങ്ങളുടെ ഇരിക്കുന്നതൊക്കെ. എല്ലാ ഇതിൻ്റെ മുമ്പിലും ഒത്തിരി ആൾക്കാരുണ്ട് കേട്ടോ കാണാൻ. എന്നാലും നമുക്ക് മാറി മാറി കാണാൻ ഇഷ്ടംപോലെ. പിന്നെ എനിക്കറിയത്തില്ല കേട്ടോ ഇവരെങ്ങനെ മനസ്സിലാകാത്ത ഗോറില്ല. അപ്പോൾ അഭി പറയുന്ന കേൾക്കാം, എൻ്റെ മോൾക്ക് അവൾക്കറിയാം ഗോറില്ല, ചിമ്പാൻസി അങ്ങനെയൊക്കെ വ്യത്യാസം. കളപ്പുണ്ടോ? ഉച്ചയ്ക്ക് 3 മണി, ഞങ്ങൾ കയറിയപ്പം തന്നെ 3:30 കഴിഞ്ഞു. ഇപ്പോൾ 4 മണിക്ക് കഴിഞ്ഞപ്പം ഭക്ഷണമൊക്കെ കഴിച്ച് ഉച്ചയുറക്കത്തിലാണെന്നാണ് തോന്നുന്നത് ആശാന്.
നല്ല വിശാലമായി റിലാക്സ് ചെയ്താണ് കിടക്കുന്നത്. അവനെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പം ഞാൻ അവൻ്റെ അടുത്ത് നിന്നൊരു ഫോട്ടോ ഒക്കെ എടുത്തു കേട്ടോ. ഇവൻ പിന്നെ ഉണ്ണിത്താൻ ആ സാരി ഇടുന്ന ഭയങ്കര മാങ്ങ വരയ്ക്കും. ഇവളൊക്കെ ആരപ്പാ എന്താണ് നോക്കുന്നത് എന്നുള്ള രീതിയിലുള്ള നോട്ടം കൊണ്ടൊക്കെ ഇരിക്കണം. അങ്ങനെ പിന്നെ ഞങ്ങൾ പുറത്തിറങ്ങി കഴിഞ്ഞപ്പോൾ ഇറങ്ങുന്നെടുത്ത് തന്നെ ഞാൻ ഇപ്പോഴത്തെ സൈഡിൽ നിന്ന് അവൻ്റെ റിലാക്സ് ആയിട്ടുള്ള കിടപ്പെടുത്തു കേട്ടോ. എന്താ ആസ്വദിച്ച് കിടന്നുറങ്ങുന്നതെന്ന് നോക്കിക്കേ. അല്ലേ നോക്ക് സത്ത പോലെ കിടക്കുന്ന, പക്ഷേ ഇടയ്ക്കിടയ്ക്ക് ശ്വാസമൊക്കെ വലിക്കുന്നുണ്ട് കേട്ടോ. കാണാൻ നല്ല ഭംഗിയുണ്ട്. എൻ്റെ ഒരു എന്താ മരിച്ചിട്ടൊന്നുമല്ലണ്ട, കൈ കനക്കുന്നുണ്ടോ. ചൂട് കാരണമായിരിക്കും കേട്ടോ. പക്ഷേ ഹെൽത്തിയാണേ ആനിമൽസ് എല്ലാം. പക്ഷേ ചൂടൊക്കെ ആണെങ്കിൽ ഞാൻ അവിടെയൊക്കെ പോകുമ്പോൾ ഞാൻ ചില സൂവിൽ പോകുമ്പോൾ ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ. ആനിമൽസൊക്കെ ഇങ്ങനെ ചൂടൊക്കെ കാരണം ഇങ്ങനെ കിതയ്ക്കുകയോ അങ്ങനെയൊക്കെ ചെയ്യുന്നു. പിന്നെ മെലിഞ്ഞിട്ടൊക്കെ. പക്ഷേ ഇവിടുത്തെ ആനിമൽസൊക്കെ അങ്ങനെ മെലിഞ്ഞിട്ടൊന്നുമല്ല. അത് അത്യാവശ്യം നല്ല ഹെൽത്തി ആയിട്ട് തന്നെ ഇരിക്കുന്നു. പിന്നെ ഇവിടെ കാണാൻ എനിക്ക് ഇതിന് ഭയങ്കര ഇഷ്ടപ്പെട്ടു. റൈനോസേഴ്സ് ഇഷ്ടം പോലെ ഉണ്ടോ. അവിടുന്ന് ഏത് സൈഡിൽ കൂടെ നമ്മൾ തിരിഞ്ഞ് മറിഞ്ഞ് വരുമ്പോഴത്തേക്കും റൈനോസേഴ്സ് നമുക്ക് ശരിക്കും കാണാൻ പറ്റും. അവരെ കഴിക്കുന്നതൊക്കെ കാണാൻ നല്ല ഭംഗിയാണ്. പക്ഷേ ഇവിടെ എനിക്ക് ഇഷ്ടപ്പെടാത്ത ഒരു കാര്യമില്ല, നല്ല സ്മെല്ലുണ്ട് കേട്ടോ. അടുത്തേക്ക് വരുമ്പോഴത്തേക്കും ഒരു ചെളിയെല്ലാം കുത്തി പറിക്കുന്നതുകൊണ്ട് ഭയങ്കര സ്മെല്ല് വരും. കുറേ കിളികളൊക്കെ പക്ഷേ അല്ല അവരവരുടെ ഭക്ഷണം കഴിക്കുന്നു, അവരുടേതായിട്ടുള്ള കാര്യം ചെയ്യുന്നു. അവർക്ക് ഭയങ്കര ഇഷ്ടപ്പെടുന്നു. കിളി ഇരിക്കുന്നു എന്ന് പറഞ്ഞു. കിളിയോ ഞാൻ വീട്ടെടുക്കാൻ ചെന്നപ്പോഴത്തേക്കും കിളി ഇടിച്ച് പാട്ടിൽ പോയി. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ മൈസൂർ സൂ? ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊക്കെ മറക്കരുത് കേട്ടോ. ഇടയ്ക്കിടയ്ക്കൊക്കെ ആരെങ്കിലുമൊക്കെ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബൊക്കെ ചെയ്താലേ നമുക്ക് വീഡിയോ ഇടാനൊക്കെ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാകത്തുള്ളൂ. ഇതായിട്ട് റൈനോസർ എന്നാലും ഞാൻ ഇടയ്ക്കിടയ്ക്കൊക്കെ ഇടും കേട്ടോ. കാരണം നമ്മളെടുത്ത വീഡിയോ ഒക്കെ ആണെങ്കിൽ നമുക്ക് തന്നെ കാണാമല്ലോ എപ്പോഴും ഒക്കെ. അപ്പോൾ എന്താ നമുക്ക് തന്നെ കഴിയാതൊക്കെ അവർ കഴിക്കുന്നതൊക്കെ കണ്ട ഒരു പ്രത്യേകത കേട്ടോ. ഇത് പിന്നെ പുലിക്കൊട്ടനെ ഒത്തിരി ചീറ്റയൊക്കെ ഉണ്ട് കേട്ടോ. ഇത് ചീറ്റയാണെന്നല്ല, കാല് നീട്ടുള്ള എങ്ങനെയൊക്കെ ഇവർ ഐഡൻറ്റിഫൈ ചെയ്യുമെന്ന് എനിക്കറിയത്തില്ല. ലെപ്പേർഡ് ഉണ്ടായിരുന്നു, ചീറ്റ ഉണ്ടായിരുന്നു, പുലിയുണ്ട്. അപ്പോൾ ഇതിനകത്ത് വ്യത്യാസമുണ്ട് കേട്ടോ. ആദ്യം കണ്ട കൂട്ടത്തേക്കാണ് ഇവന് വ്യത്യാസമില്ലേ. ഇവന് ചീറ്റയായിരുന്നു എന്ന് തോന്നുന്നു. ലാബിൽ ഇവിടെ ഇല്ലാത്തതുകൊണ്ട് ഞാനും മറന്നുപോയി. ഈ ആനിമൽസിനെ ഇങ്ങനെ കാണാൻ എനിക്കറിയത്തുള്ളൂ. എനിക്ക് ഇവരെ ഒന്നും ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റത്തില്ല കേട്ടോ. എനിക്ക് എല്ലാ പുള്ളിയുള്ളവരും പുള്ളിയുള്ളതെല്ലാം പുലി. അത് ചീറ്റയാണേലും ജോഗറാണേലും എല്ലാം പുള്ളിയുടെ കുട്ടത്തിൽ ഞാൻ ഭയങ്കര ദേഷ്യമാണ്. അങ്ങോട്ടും നടക്കുന്നുണ്ട്. ഭയങ്കര ഉലാത്തൽ, ഈവനിങ് ഉലാത്തലായിരുന്നു. ഉണ്ടാവുമായിരിക്കും കേട്ടോ. അവിടെ വെള്ളം ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അവിടെ വെള്ളം കുടിക്കും. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കും. കയറി കിടക്കാൻ പോലെ ഈവനിങ് സമയത്ത് എല്ലാവരും പുറത്തോട്ട് ഇറങ്ങിട്ടുണ്ട്. ഉച്ച സമയമൊക്കെ ആകുമ്പോഴത്തേക്ക് എല്ലാവരും റിലാക്സിങ് സമയമായിരിക്കും. പിന്നെ ഞങ്ങൾ ഒരു ഇപ്പോഴും അല്ല, ഞാൻ പണ്ട് പോയപ്പോൾ എനിക്ക് ഇവിടുത്തെ ഓർമ്മ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ കുടിക്കുന്നൊക്കെ കണ്ടോ. അതിൻ്റെ ഒരു ഇരിപ്പും അല്ലേ, ആ ഒരു ഡ്രിങ്ക് ചെയ്യുമ്പോൾ കണ്ടോ മനസ്സിലാക്കാം. റിലാക്സ് ആയിട്ട് എന്തിനാ കഷ്ടപ്പെട്ടത് ഇങ്ങനെ ഇന്നൊക്കെ കുടിക്കുന്നത്. ഇന്ന് കടന്ന് ആസ്വദിച്ച് കുടിച്ചേക്കാണ്. അങ്ങനെ പണ്ടും എനിക്ക് ഇപ്പോഴത്തെ ഓർമ്മയാണെന്നറിയാമോ. ഇവിടെ ഏറ്റവും ലാസ്റ്റ് ഒരു ജിറാഫിൻ്റെ ഇതുണ്ട്. അതാണ് കേട്ടോ ലക്ഷ്യം മുഴുവൻ. പിള്ളേരുടെ ലക്ഷ്യം, എൻ്റെ ലക്ഷ്യം ഫുള്ള് ജിറാഫിൻ്റെയാണ്. ഞാൻ വീഡിയോ എടുക്കുന്നത് ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ അമ്മ എല്ലായിടത്തും വീഡിയോ എടുക്കാനെടുക്കാമെന്നാണ് അവിടെ വരാതെ. നമുക്ക് പെട്ടെന്ന് പോകാൻ എല്ലാവരും മടുത്തു വന്നു. ഡാഡി മമ്മിയും വന്നിട്ടുണ്ടായിരുന്നു. ഡാഡി മമ്മി ആദ്യം ഇറങ്ങി കുറച്ച് ദൂരം നടന്നപ്പോഴത്തേക്ക് അവരും മടുത്തു. അപ്പോൾ ഡാഡി മമ്മി അവിടെ റിലാക്സ് ചെയ്യാൻ. പിന്നെ ഇതിൻ്റെ ഉള്ളിലത്തെ കാണാൻ നല്ല രസമായിട്ട്, നല്ല നേച്ചറാണ്. നല്ല ഫ്ലവേഴ്സും ഫുള്ള് ട്രീസൊക്കെ ആയിട്ട് അതിൻ്റെ വെതറൊക്കെ നല്ല കൂൾ വെതറും ഫുൾ തണലുണ്ട് കേട്ടോ. വെയിലങ്ങനെ അടിക്കത്തൊന്നുമില്ല. ഇതാണ് നമ്മൾ ഇടയ്ക്കിടയ്ക്കൊക്കെ ഫോട്ടോ ഒക്കെ എടുത്തരാൻ വേണ്ടി പറയും. അപ്പം എന്തായാലും നമ്മുടെ ക്യാമറയിൽ അവരുടെ ഫോട്ടോ എടുത്ത് വെച്ചിട്ടുണ്ട് ഓർമ്മയ്ക്കായിട്ട്. ഞങ്ങൾ മൈസൂർ സൂവിൽ പോയപ്പോൾ കണ്ട ആളുകളാണ്. ഇതുപോലെ സീബ്രക്കുട്ടന്മാരെയാണ് ഇവിടെ എല്ലാം. എനിക്ക് ഇതുങ്ങളെല്ലാം കണ്ട് എനിക്ക് പെണ്ണുങ്ങളാന്ന് തോന്നുന്നു കേട്ടോ. ഒരെണ്ണത്തെ മാത്രം മാറ്റിക്കിടത്തിയിട്ടുണ്ട്. എന്തുകൊണ്ടാണ് അവർ മാറ്റിക്കിടത്തിയെന്ന് അറിയത്തില്ല. അവരെന്നെ സെപ്പറേറ്റ് അപ്പുറത്തൊരു കൂട്ടിലാണ് കിടത്തിയേക്കുന്നത്. ഞാനത് ആണായിരിക്കുമെന്ന് ഗസ് ചെയ്തോടെ. കാരണം അവർ ലേബിളൊന്നും ഇല്ലായിരുന്നു. രണ്ടുപേരും രണ്ട് കൂടായിട്ടുണ്ട്. ഇവനെ ഇട്ടിരിക്കുന്നത് സെപ്പറേറ്റാണ്. അല്ലെങ്കിൽ ചിലപ്പോൾ അവൻ ഉടക്കായിരിക്കും. എന്തുകൊണ്ട് അവനാണോ അവളാണോ അവന് സെപ്പറേറ്റ് ഒരു കൂട്ടുവിട്ടും ബാക്കി എല്ലാവരും ഒരുമിച്ചു. അവർക്ക് ഗ്യാങ്ങാണ്, അല്ലെങ്കിൽ ഗ്യാങ്സ്റ്റർ ആയിരിക്കും. അവൻ ഇവരുടെ കൂടില്ലെന്ന് തോന്നുന്നത്. പിന്നെ വീടൊക്കെ ആണെങ്കിലും കണ്ട് അവർക്ക് പണിത് വെച്ചിരിക്കുന്ന ഒരു കിടക്കാനൊക്കെ പണിത് വെച്ചിരിക്കുന്ന വീടൊക്കെ കാണാൻ നല്ല ക്യൂട്ടാണ്. പിള്ളേരൊക്കെ പോയിട്ടെല്ലാം നോക്കി. ഇപ്പം തന്നെ മടുത്തു. ഈ സമയമൊക്കെ എല്ലാവരും മടുത്തു. അമ്മയെ പോകാമെന്നൊക്കെ ആയി. പക്ഷെ നമുക്കൊരു പ്രശ്നമുണ്ട്. നമ്മളൊക്കെ ഒരിടത്ത് കയറിയിട്ടുണ്ടെങ്കിൽ നമ്മൾ അവസാനം വരെ നടന്നെത്തണമെങ്കിൽ നേരത്തെ നടക്കണം കേട്ടോ.
ഇവനെയാണ് എനിക്ക് അതിലും ഭയങ്കര ഇഷ്ടപ്പെട്ടത്. കണ്ടോ, ചൂട് സഹിക്കുക വയ്യാണ് ചാക്കെടുത്തിട്ട് അവനെ തന്നെ അവൻ പ്രൊട്ടക്റ്റ് ചെയ്തു. ചാക്കെടുത്ത് മേലെ ഇരിക്കത്തവന് വലിയ കുഴപ്പമില്ല, അവൻ ആസ്വദിച്ച് കൈയൊക്കെ കണ്ട മേലെയൊക്കെ വെച്ച് നല്ല വിശാലമായിട്ട് ഈവനിങ് വെയിൽ കൊള്ളുവാണ്. ഈവനിങ് വെയിൽ കൊണ്ട് വൈറ്റമിൻ ഡിയുടെ ഡെഫിഷ്യൻസിയൊക്കെ കുറയ്ക്കട്ടെ എന്നല്ലേ. നല്ല സുഖമായിരുന്നു കേട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട സുഖം. അപ്പോൾ പിന്നെ ഞാൻ അതിനകത്ത് എനിക്ക് തന്നെ എടുക്കാൻ പറ്റാത്ത കുറച്ച് വീഡിയോകളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ചൊക്കെ എടുത്തായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ ട്രാൻസ്ഫർ ചെയ്ത് നമുക്ക് സ്പേസ് കുറേ ഇല്ലായിരുന്നു. കുറേ ഇനി അങ്ങോട്ട് ചെല്ലുമ്പോഴത്തേക്കും കുറേ മാനുണ്ടായിരുന്നു, ചീറ്റ ഉണ്ടായിരുന്നു, കുറുക്കന്മാരുണ്ടായിരുന്നു, പിന്നെ ആനയുടെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ആനയുടെ അടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊരു ഫൗണ്ടൻ ഉണ്ടായിരുന്നു കേട്ടോ. ഈ ഫൗണ്ടൻ ഞാൻ മറന്നു പോയില്ല. നമുക്കിരിക്കുന്ന ഒരു ദൂരം പകുതിയോളം നടന്നു കഴിയുമ്പോഴത്തേക്കും നമുക്ക് റിലാക്സ് ചെയ്യാനായിട്ട് കുറച്ച് നേരം ഇരുന്ന് റിലാക്സ് ചെയ്തിട്ട് പോകാനുള്ള ഏരിയ ആയിട്ടാണ് തോന്നുന്നത്. ഒരു ഫൗണ്ടനൊക്കെ ഇട്ടിട്ടുണ്ട്, നമുക്ക് ഇരിക്കാനൊക്കെ ഉള്ള സ്ഥലം ഉണ്ടായതായിട്ട്. അപ്പോൾ ആരോട് ഇരിക്കുന്നൊന്നും കണ്ടില്ല, ഓൾറെഡി സമയം പോയതുകൊണ്ട് എല്ലാവരും ഓടി പോവുകയാണ്. നമുക്ക് മടുത്തിട്ടുണ്ടെങ്കിൽ അവിടെ ഇരുന്ന് റിലാക്സ് ഒക്കെ ചെയ്തിട്ട് പോകാം. പിന്നെ ഹൈനയും കുറേ ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഓഫ് ഹൈനനെ കണ്ടു കേട്ടോ ഞാനവിടെ. ഒത്തിരി ഹൈനാസൊക്കെ ഉണ്ട്. അവരെ ഫുഡ് കഴിക്കുന്നത് നമുക്ക് ശരിക്കും കാണാനൊക്കെ പറ്റും. അപ്പോൾ ഞാൻ ചാനലിൽ കുറച്ച് വീഡിയോ എടുത്തു, ആ വീഡിയോസൊക്കെയാണിത്. പിന്നെ ആനക്കുട്ടന്മാർ 2 ഉണ്ടെന്ന്. ആഫ്രിക്കൻ ഉണ്ടെന്ന് തോന്നി ഇപ്പുറത്തെ സൈഡിൽ. അവിടെ ഞാൻ ലേബലുണ്ടപ്പോൾ ആഫ്രിക്കൻ എന്ന് അവർ എഴുതിയിട്ടില്ല, പക്ഷേ വലിയ ചെവിയുള്ള ആഫ്രിക്കൻ ആന ഉണ്ടായിരുന്നു, ഇന്ത്യൻ ആന ഉണ്ടായിരുന്നു. അത് 2 കൂടുകളിലായിട്ട് അവരങ്ങനെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ആനയുടെ ഇഷ്ടം നമ്മൾ ചെന്നപ്പോൾ അവർക്ക് ഭയങ്കര ചൂടായതുകൊണ്ട് കുളിക്കുന്നതും കണ്ട് നല്ല കുളിസീനൊക്കെ ഉണ്ടായിരുന്നു ആനയുടെ. പിന്നെ ഇവിടെ മാനിനെ കണ്ടോ, മാനുകളും എന്തുമാത്രം മാനാണെന്നറിയോ, ഒത്തിരി മാനുകളുണ്ടെന്നേ. ഞാൻ സാധാരണയൊക്കെ എടുത്ത് കുറച്ച് കണ്ടിട്ടുള്ളൂ. ഇവിടെ എന്തൊരു മാനാണെന്നറിയോ, ഒത്തിരി മാനുകൾ പെരുന്ന് കുറേ കാണാം. ഈ ഒരിടത്ത് സാധാ മാനുകൾ, പിന്നെ കലമാനുണ്ട് അതിൻ്റെ അപ്പുറത്ത്. അതിൻ്റെ അടുത്ത് പിന്നെ ഞാൻ ബേസിൻ, നമ്മുടെ ഇവിടെ നാട്ടിലത്തെ ബേസിൻ, ആ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ബേസിൻ ഉണ്ടായിരുന്നു. ഇനിയിപ്പോൾ ജിറാഫ് ഉണ്ട്, പിന്നെ ഞാൻ സ്നേക്സിൻ്റെ ഒന്നും വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ. ഒത്തിരി അധികം സ്നേക്സ് ഉണ്ട്. പിന്നെ റാബിറ്റ്, ഡക്ക്, അങ്ങനെ ഇല്ലാത്ത ആനിമൽസ് ഇല്ല. ഞങ്ങൾ ലാസ്റ്റ് റാബിറ്റിൻ്റെ ഡക്കിൻ്റെ അടുത്തും ഒത്തിരി അധികം ആമകളുണ്ട്. ആമകളുടെ അടുത്തൊന്നും ഞാൻ പോയില്ല, ആമകളുടെ അടുത്ത് ഞാൻ വീഡിയോ എടുത്തില്ല കേട്ടോ. കാരണം ആമകളുടെയൊക്കെ അടുത്ത് പോകാറൊക്കെ ആയപ്പോഴത്തേക്കും ഞങ്ങളുടെ പണിക്കിട്ട് തീർന്നു, ഞങ്ങൾ മടുത്ത്, പിള്ളേരും മടുത്തു, പോകാമെന്നൊക്കെ ആയി. അപ്പോൾ ആനനെ ഭയങ്കര ഇഷ്ടമായിരുന്നു, കാരണം ആന ഭയങ്കര കുളിയായിരുന്നു, ഭയങ്കര ചൂടല്ലേ. ലാസ്റ്റ് ആനക്കുട്ടനാണെങ്കിൽ ആ വെള്ളത്തിലൊന്ന് ഇറങ്ങാമെന്നൊക്കെ വിചാരിക്കുന്നത്, കാലൊക്കെ എടുത്തൊക്കെ അതിനകത്ത് വെക്കുന്നത് കണ്ടു. ലാസ്റ്റ് ചൂട് കാരണം കാലൊക്കെ എടുത്ത് വെച്ച് അതിനകത്ത് ഇറങ്ങി കുളിച്ചാലോ എന്നൊക്കെ വിചാരിക്കുന്നത്. ആനക്കുട്ടൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആനക്കുട്ടൻ്റെ കളിയാണ്. പിന്നെ എന്താ അവിടെ കാണാൻ, ഏറ്റവും ലാസ്റ്റ് ഞങ്ങൾ കാണാണ്ട് പോകുന്ന കുറച്ചധികം സ്ഥലങ്ങളുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഹിപ്പോപ്പൊട്ടാമസ് ഉണ്ട് കേട്ടോ അവിടെ. അവസാനമായിട്ട് വരുമ്പോഴത്തേക്കും ഹിപ്പോ ഉണ്ട്, കുറേ അധികം സ്നേക്സ് ഉണ്ട്, കുറേ ആമകളുണ്ട്, ടോർട്ടോയ്സ്, കുറേ ആമകളുണ്ട്. സ്നേക്സൊക്കെ ഏതൊക്കെ സ്നേക്സാണെന്ന് എനിക്ക് പോലും അറിയത്തില്ല, കുറേ ഏരിയ ഉണ്ട് സ്നേക്സ്. അപ്പോഴത്തേക്കും നമ്മൾ മടുക്കും സ്നേക്സിനെയൊക്കെ കാണാൻ പോകുമ്പോഴത്തേക്കും. പിന്നെ ഏറ്റവും ലാസ്റ്റ് വന്നിരിക്കുന്ന ഏരിയയിലാണ് നമ്മൾ ജിറാഫൊക്കെ ഉള്ളത് കേട്ടോ. ജിറാഫിൻ്റെ വീഡിയോ ഞാൻ എടുത്തിട്ടില്ല. അപ്പോൾ ഇത്ര വീഡിയോ ഉള്ളൂ. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വരാം. അപ്പം എല്ലാവർക്കും മൈസൂർ സൂ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അപ്പോൾ ലൈക്കും ഷെയറും സബ്സ്ക്രൈബൊക്കെ ചെയ്യൂ. നമുക്ക് വേറെ വീഡിയോ ആയിട്ട് കാണാം. ബൈ.